ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ പാസ്പോർട്ട് ഇപ്പോൾ ഈ പാസ്പോർട്ടായിട്ട് പുതിയ സാധനം വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും. ഈ പാസ്പോർട്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് പാസ്പോർട്ട് എന്ന് പറയാവുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടിൽ തന്നെ ഒരു എംബഡഡ് ആയിട്ടുള്ള ഒരു RFID ചിപ്പ് ഉണ്ടായിരിക്കും. RFID ചിപ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ ടോൾ പ്ലാസയിലൊക്കെ നമ്മുടെ സാധനം RFID ടാഗ് ഇല്ലേ, ഫാസ്റ്റ് ടാഗ് സംഭവം, അതൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് RFID. ഒരു റേഡിയോ ഫ്രീക്വൻസി എംബഡ് ചെയ്തിട്ടുള്ള ഒരു ചിപ്പ് അതിനുള്ളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ട് ആ ചിപ്പിൽ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയിം, ഡെമോഗ്രഫിക് ഡാറ്റാസ് ഉണ്ടായിരിക്കും, നമ്മുടെ ബയോമെട്രിക്സ് ഡാറ്റാസ് ഉണ്ടായിരിക്കും, ഫിംഗർ പ്രിന്റ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ എന്താ പറയുക, ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഭയങ്കരമായിട്ട് ഈസി ആയിരിക്കും, ക്യുക്ക് ആവും. ഇനി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഒക്കെ ഇമ്പ്രൂവ് ആവും. അങ്ങനെ കുറേ ബെനിഫിറ്റുകൾ നമുക്ക് ആക്ച്വലി ഈ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പം ഞാനൊക്കെ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് എടുത്തുള്ളൂ പാസ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ പാസ്പോർട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി നോർമൽ പാസ്പോർട്ട് ഉള്ളവർ ഈ പാസ്പോർട്ട് എടുക്കണമെന്ന് നിർബന്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൽസറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൽസറി അല്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അതല്ല, നിങ്ങളിപ്പോൾ ഓൾറെഡി പാസ്പോർട്ട് എടുക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാസ്പോർട്ട് എടുക്കാം. ഡയറക്റ്റ് നമ്മുടെ നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. ബാക്കിയുള്ള നമ്മുടെ സാധാ പാസ്പോർട്ട് എടുക്കുന്ന പോലെ തന്നെ ഉള്ള നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. നമ്മുടെ പാസ്പോർട്ട് സേവൻ്റെ ഒന്നെങ്കിൽ ഓഫീസിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ അവരുടെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാം. അതൊക്കെ സെയിം തന്നെ. നമ്മൾ ഓൾറെഡി മുമ്പ് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാൻ, നമ്മുടെ ഈ പാസ്പോർട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾഡ് കളർ റെക്ടാങ്കുലർ സംഭവം ഉണ്ടായിരിക്കും. അതുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം അതൊരു ഈ പാസ്പോർട്ടാണെന്ന്. അതായത് അതിൽ RFID പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതാണ് ഡിഫറൻസ് കേട്ടോ. പിന്നെന്താ നമുക്ക് അറിയാനുള്ള സംഭവം വെച്ചാൽ, അപ്ലൈ ഉള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നോർമൽ പോലെ തന്നെയാണ്. പാസ്പോർട്ട് സേവ പോർട്ടലിൽ പോവുക, രജിസ്റ്റർ ചെയ്യുക, അതൊക്കെ സിമ്പിൾ അല്ല. നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞ അതേ പ്രൊസീജിയർ ആണ്. നമ്മളത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് മുമ്പും വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ മുകളിൽ കൊടുക്കാം. ഞാനൊക്കെ ഓൺലൈനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ പാസ്പോർട്ടൊക്കെ. എക്സ്ട്രാ കാശൊന്നും കൊടുത്തിട്ടില്ല ഏജൻസിക്കാർക്കൊന്നും. പിന്നെ നമുക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ BAC ഫീച്ചർ വരുന്നുണ്ട്. 3 എക്സ്ട്രാ ഫീച്ചേഴ്സാണ് വരുന്നത്. BAC, PA ഫീച്ചർ, EAC. അതായത് ബേസിക് അസസ് കൺട്രോൾ, പാസീവ് ഒതന്റിക്കേഷൻ, അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് അസസ് കൺട്രോൾ. അതാണ് ഈ പാസ്പോർട്ട് നമുക്ക് ഈ സാധനത്തിൻ്റെ വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണത്. ആ ചിപ്പ് വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് കേട്ടോ അത്. പിന്നെ അത് ഈ അഡ്വാൻറ്റേജസ് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി സ്മൂത്ത് ആവും, ഫാസ്റ്റ് ആവും, ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ, കോമ്പാറ്റിബിലിറ്റി. അതായത് ഓൾമോസ്റ്റ് ഒരു 120 ആ സംതിങ് ഓൾറെഡി 120 രാജ്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി ഈ പാസ്പോർട്ടാണ്. അതായത് അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, അവരൊക്കെ ഓൾറെഡി മുമ്പ് തൊട്ടേ ഈ പാസ്പോർട്ടാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്ത്യ ജോയിൻ ആയെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് പ്രിവെൻഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഫ്രോഡുകളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ന്യൂ സെക്യൂരിറ്റി ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ട്രാവലേഴ്സിന് ഇപ്പോൾ ഭയങ്കര കൺവീനിയൻസ് ആവും. അതായത് ഈസി, നമ്മൾ പറഞ്ഞില്ല, ക്യുക്ക് ആവും എല്ലാ സംഭവങ്ങളും. നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടും അത് എൻഹാൻസ് ആവുന്നുണ്ട്. പിന്നെ ഡാറ്റ മാനേജ്മെൻറ്റും അപ്ഡേറ്റിംഗ് ഒക്കെ പെട്ടെന്ന് ക്യുക്കാവും. അതൊക്കെയാണ് നോർമലി ഇതിൽ വരുന്ന സംഭവം കേട്ടോ. പിന്നെ നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനൊക്കെ ഫോസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് ഇത് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതാണ്. നമ്മൾ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഓൾറെഡി ഇവരുടെ ഏതൊക്കെ മെയിനായിട്ട് കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഓൾറെഡി ഈ പാസ്പോർട്ടാണ്. ഈ കാനഡ, ഫ്രാൻസ്, ജപ്പാൻ, ഓസ്ട്രേലിയ, അവരൊക്കെ ഓൾറെഡി ഈ പാസ്പോർട്ട് ലിസ്റ്റിൽ വരുന്നതാണ്. 120 രാജ്യങ്ങൾ ഓൾറെഡി ഈ പാസ്പോർട്ട് ഇറക്കുന്ന സംഭവമാണ്. അതിലിപ്പോൾ ഇന്ത്യ ലേറ്റായെന്ന് മാത്രമേ ഉള്ളൂ ജോയിൻ ആവാൻ. അപ്പോൾ ഇതൊരു നല്ലൊരു 3 തന്നെ വേണമെങ്കിൽ പറയട്ടെ. ഇതിന് എക്സ്ട്രാ സംഭവങ്ങളോ കാശോ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഒന്നും റിപ്പോർട്ടായിട്ടില്ല. എക്സ്ട്രാ കാശൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ നിങ്ങൾക്കറിയാം ഒരു പാസ്പോർട്ട് എടുക്കാൻ 1500 രൂപയാണ്. അത് ആ സെയിം തന്നെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പാസ്പോർട്ടും നിങ്ങൾ ഓൾറെഡി മുമ്പിൽ കണ്ട പോലെ തന്നെ ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാസ്പോർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ അത് ഒന്നെങ്കിൽ പഴയ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തിട്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ റിന്യൂ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് റിന്യൂ ചെയ്തിട്ട് പുതിയ ഈ പാസ്പോർട്ട് ആക്കട്ടെ. അതും റിന്യൂ ചെയ്തിട്ട് നമുക്ക് പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോൾ ഈ പാസ്പോർട്ട് എടുക്കാമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ ഫുള്ളി ക്ലാരിഫിക്കേഷൻ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി ഇംപ്ലിമെൻ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാ സെൻറ്ററിലും വന്നിട്ടില്ല. മെയിൻ ആയിട്ടുള്ള കുറച്ച് അവർ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ മാത്രമേ ഇപ്പോൾ തൽക്കാലത്തേക്ക് വന്നിട്ടുള്ളൂ. നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരോ കേരളത്തിലൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തായാലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു 10-15 സ്റ്റേറ്റിൽ മാത്രമേ ഇപ്പോൾ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ളൂ. മെയിൻ ഡൽഹി, മുംബൈ അങ്ങനത്തെ മെയിൻ സംഭവങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് കൂടെ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട. അടുത്ത കാണാം. ബൈ.